ഹലോ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ? ബീറ്റ്റൂട്ട് തോരൻ. അപ്പോൾ ബീറ്റ്റൂട്ട് തോരനൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ നമ്മളിതിൽ പലരും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെ ചേർത്താണ് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും വഴറ്റിയൊന്നും അല്ല എടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാട്ടോ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് സവാള. അത് വേറെ പ്രത്യേകം വഴറ്റിയെടുക്കുന്നൊന്നുമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാള അതും ഇതുപോലെ കൊത്തിയരിഞ്ഞ്, പിന്നെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചൊന്നും അല്ല വേവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങോട്ടൊക്കെ ഇതിനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും കേട്ടോ. ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ചേർത്ത് കൂട്ടി ഇങ്ങനെ വെക്കുന്നതിന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കും. അപ്പോൾ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, ഇത് അടച്ച് വെച്ച് ചെറു തീയിലിട്ട്, അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണിൽ കൂടുതൽ, 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല, 1/4 ടീസ്പൂണും അതിൽ കുറച്ചുകൂടി ആ ഒരു രീതിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്ര അറിയാൻ പറ്റും, നമ്മൾ എന്നും ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അധികം അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിവിടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഈ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരപ്പിന് നമ്മളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതിന് വേണ്ടിയിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ചേർത്തിങ്ങനെ ഞാൻ ഈ പറയുന്ന തട്ടിപ്പൊത്തി വെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതോ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതിനാണ് തട്ടിപ്പൊത്തി വെക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടൊക്കെ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഭാഷയ്ക്ക് വ്യത്യാസം, സംസാര രീതിക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് കേട്ടോ. എനിക്ക് വേറെ അതിനുള്ള വാക്കുകളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അത് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയിട്ട് നമ്മളെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ തോര ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പലരും ഉണ്ടാക്കുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.